ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതിനായി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഒരു നേന്ത്രപ്പഴം, ഒരു കപ്പ് ശർക്കര പൊടിച്ചത്, ഒരു കപ്പ് ഗോതമ്പ് പൊടി, ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുട്ടികൾക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം, 2 ടേബിൾ സ്പൂൺ റവ എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ആ ശർക്കരയ്ക്കകത്തേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിയിൽ അത് പാനിയാക്കുക. അതിലെ ചെറിയ ചെറിയ കട്ടകളൊക്കെ മാറി നല്ല വെള്ളം പോലെ ആക്കിയെടുക്കണം. നന്നായിട്ട് തിളച്ച് ആ തിളയൊക്കെ ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് തീ ഓഫ് ചെയ്യാം. ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. പിന്നീട് നമ്മളെടുത്ത ആ ഒരു നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര പാനി കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പിന്നീട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക. 2 സ്പൂൺ റവ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർക്കുക. പിന്നീട് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് അതിലേക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ചിരുന്ന ആ നേന്ത്രപ്പഴവും ശർക്കര പാനിയും കൂടെ ചേർത്ത ആ ഒരു പേസ്റ്റ് കൂടെ അതിലേക്ക് കുറച്ച് ഒഴിച്ച് നല്ല രീതിയിൽ അത് കലക്കിയെടുക്കുക. ബാക്കിയുള്ളതോടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. പിന്നീട് ആ ബാക്കിയിരിക്കുന്ന ശർക്കര പാനി കൂടി അതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. അതും കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുത്താൽ മതിയാകും. ബാക്കി ഇരുന്നോട് ഞാൻ ചേർത്ത് നല്ല രീതിയിൽ ഇത് കലക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബേക്കിംഗ് സോഡ, ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഒഴിവാക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിലേക്ക് നമുക്കെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്കൊരു ഇഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് കുറച്ച് നെയ്യ് കൂടി പുരട്ടിയിട്ട് അതിലേക്ക് ആ ഒരു കുഴി നിറയെ ഒഴിച്ചു കൊടുക്കേണ്ട, ചിലപ്പോൾ അത് മുകളിലേക്ക് പൊന്തി വരും. അതുകൊണ്ട് അതിൻ്റെ ഒരു പകുതിക്ക് വരെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ആവിയിലേക്ക് വെക്കുക. ഒരു 10 മിനിറ്റ് ശേഷം തുറന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെന്തിരിക്കുന്നതായിട്ട് കാണാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണിത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നേന്ത്രപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതുപോലൊക്കെ ആവിയിൽ പുഴുങ്ങിയൊക്കെ കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.